മുനമ്പത്തെ വേളാങ്കണ്ണി മാതാ പള്ളി പൊളിക്കണം, പൊളിച്ച് കടലിൽ കളയണം, പൊളിച്ച് നീക്കണം. എന്നിട്ട് അത് വഖഫ് ബോർഡിന് കൊടുക്കണം. ഇത് വഖഫ് വിവാദമുണ്ടായ സമയത്ത് കേട്ടതാണ്. അതെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് അവിടെ മന്ത്രി രാജീവ് എല്ലാം അവിടെ ചെന്നപ്പോൾ സമരപ്പന്തലും പൊളിച്ച് പള്ളിയിലച്ഛൻ സ്ഥലം വിട്ടു. ഇപ്പം പള്ളിയിലച്ഛൻ ഇരിക്കുന്ന പള്ളി പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആലങ്ങാട്ടുകാരനായ അബ്ദുൽ ലുക്മാൻ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തീർന്നില്ല സാർ. അതിനകത്ത് ഹർജിയിലൊരു കാര്യം പറയുന്നുണ്ട്. അതായത് പിണറായി വിജയൻ്റെ സർക്കാരാണല്ലോ കരം അടയ്ക്കാനുള്ള സാവകാശം അവർക്ക് കൊടുത്തു. അതോടെ സമരം വിജയിച്ചു, ഇടതുപക്ഷം ഹൃദയപക്ഷം കൂടെയുണ്ടെന്നൊക്കെയാണ് മുനമ്പത്തെ ആളുകളോട് പറഞ്ഞത്. പക്ഷേ ഈ അബ്ദുൽ ലുക്മാൻ്റെ ഹർജിയിൽ പറയുന്നുണ്ട് 2025 ജൂൺ 16 എറണാകുളം ജില്ലാ കളക്ടർ തഹസീൽദാർക്ക് ഒരു ഉത്തരവ് കൊടുത്തിരുന്നു. ഈ വഖഫിൻ്റെ പ്രോപ്പർട്ടിയിലാണോ ഇതിരിക്കുന്നത് എങ്കിൽ പരിശോധിച്ച് പള്ളി പൊളിച്ച് ഒഴിപ്പിക്കാനുള്ള നടപടി എടുക്കണമെന്ന് 2025 ജൂൺ 16 എറണാകുളം ജില്ലാ കളക്ടർ തഹസീൽദാർക്ക് ഉത്തരവിട്ടിരുന്നു. പക്ഷേ കൊച്ചി തഹസീൽദാർ ഇത് പാലിക്കുന്നില്ല. വഖഫിൻ്റെ ഭൂമിയാണെന്നുള്ളതിന് രേഖകളുണ്ട്. അപ്പോൾ പള്ളി പൊളിച്ചു കളയാൻ ഉത്തരവിട്ടതും ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ജില്ലാ കളക്ടറാണ്. ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുകയാണ്. മുനമ്പക്കാരെ പറ്റിച്ചു, പിന്നെയും പറ്റിച്ചു. ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ ലുക്മാൻ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പരാതി, ലുക്മാൻ മാത്രം പറഞ്ഞ പോലെ ക്രിസ്ത്യാനി മറ്റേ അബ്ദുൾ ലുക്മാൻ കൊടുത്തിരിക്കുന്ന പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വഖഫ് ഭൂമിയാണ്, അത് അനധികൃതമായി കയ്യേറിയിരിക്കുന്നു. അനധികൃതമായി കയ്യേറിയിരിക്കുന്ന വഖഫ് ഭൂമിയിൽ നിന്ന് ഈ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം. അത് ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി കളക്ടർ സ്വീകരിക്കണം. ഇതാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം. ഈ പരാതി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കളക്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരിശോധിച്ചിട്ട് നടപടി എടുക്കാൻ പറഞ്ഞു കൊടുത്തു. അത് അതിൻ്റെ ഒരു അതിനകത്ത് വേറെ കാര്യമുണ്ടല്ലോ സാറേ. അന്ന് നിലവിലുണ്ടായിരുന്ന പഴയ നിയമപ്രകാരം വഖഫ് ബോർഡ് ഒരു പ്രോപ്പർട്ടി വഖഫാണെന്ന് പറഞ്ഞാൽ വഖഫാണ്. അപ്പോൾ കളക്ടർ പരിശോധിച്ചാൽ അത് വഖഫാണെന്നേ കാണുകയുള്ളൂ. അല്ലല്ല, അമെൻമെൻറ്റ് വന്നതിന് ശേഷം മാറി. അത് അല്ലല്ല, അങ്ങനെയല്ലാതെ ഇത് വഖഫാണെന്നും ആ വഖഫാണെന്നുള്ളതിന് തെളിവുണ്ടെന്നും തെളിവ് ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് നമ്മുടെ അബ്ദുൽ ലുക്മാൻ പറയുന്നത്. അതുകൊണ്ട് കളക്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അന്വേഷിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ഭൂമി വഖഫാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഘട്ടത്തിൽ അന്വേഷിക്കാൻ പറ്റില്ല എന്നാണ് ആരുടെ വാദം? തഹസീൽദാരുടെ വാദം. ഇതാണ് അതിനകത്തുള്ള കോൺഫ്ലിക്റ്റ്. അപ്പോൾ തഹസീൽദാരെ സംബന്ധിച്ചിടത്തോളം തഹസീൽദാർക്ക് ആ ഉത്തരവുണ്ട്. ആ ഉത്തരവ് കോടതിയിൽ നിന്നൊക്കെ ഉള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട്, ലാൻഡ് റവന്യൂ കമ്മീഷണർ അയച്ചിരിക്കുന്നതുകൊണ്ടും കളക്ടറുടെ ഉത്തരവിനേക്കാൾ മറ്റതിനാണ് വാല്യൂ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അത് നിലനിൽക്കുകയാണ്. പ്രശ്നം അത് സ്വാഭാവികമായിട്ടും അപ്പോഴെന്ത് ചെയ്യുന്നു വെച്ചാൽ, തഹസീൽദാർ നടപടി എടുക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട്, കളക്ടർ ഇങ്ങനെ ഉത്തരവിട്ടിട്ടും തഹസീൽദാർ നടപടി എടുക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചു ലുക്മാൻ. കോടതി ഫയലിൽ സ്വീകരിച്ചു. കോടതി ഫയലിൽ സ്വീകരിച്ചിട്ട് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ഇനിയിപ്പോൾ വാദവും വിസ്താരവും ഒക്കെ നടക്കേണ്ടി വരും. ആ വിസ്താരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നിശ്ചയിക്കാൻ പറ്റൂ. ഇതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവരും നടത്തുന്നൊരു കള്ളക്കളിയുണ്ട്. ആ കള്ളക്കളി എന്താണെന്നറിയാമോ? ആ കള്ളക്കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമി വഖഫിൻ്റേതായെന്ന് സിദ്ദിഖ് സേട്ട് പറഞ്ഞെങ്കിൽ, സിദ്ദിഖ് സേട്ടാണല്ലോ ഇതിൻ്റെ ആദിമ പുരുഷൻ. ആ ആദിമ പുരുഷനായ സിദ്ദിഖ് സേട്ട് പറഞ്ഞെങ്കിൽ, ഈ വഖഫ് ഭൂമി വിറ്റത് മറ്റേ ആ കോളേജിൻ്റെ അധികൃതരാണ്. ഫറൂഖ് കോളേജിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ്. ഈ ഫറൂഖ് കോളേജിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വഖഫ് ഭൂമി വ്യാജരേഖ ചമച്ച് വിറ്റ് കാശെടുത്ത് അവരെ പ്രതിയാക്കി കേസ് കൊടുക്കണ്ടേ? ആരും ചെയ്തിട്ടില്ല, ആരും പറയുന്നുമില്ല, ചെയ്തിട്ടുമില്ല. അതിൽ അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ കുടുംബത്തിലൊരു അംഗവും കൂടിയുണ്ട്. തങ്ങൾ കുടുംബത്തിലെ പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഏതോ ഒരു തങ്ങൾ അതിനകത്തുണ്ട്.
ഇവരെല്ലാവരും കൂടിയാണ് ഈ ഭൂമി 400 ഏക്കർ വിറ്റ് കാശ് വാങ്ങിച്ചത്. എറണാകുളത്തുള്ള 2 വക്കീലന്മാരെയാണ് ഇത് വിൽക്കാനുള്ള ബ്രോക്കർമാരെ ഏൽപ്പിച്ചത്. വക്കീലന്മാർ ആളെ കണ്ടെത്തി അത് വിറ്റു. അവർ കൊടുത്ത ഭൂമിയിലാണ് ഈ പള്ളി വെച്ചിരിക്കുന്നത്. അല്ലാതെ പള്ളി അവിടെ കയ്യേറി വെച്ചതല്ല. ഇവർ കൊടുത്ത ഭൂമിയിൽ അവർ ഇത് പണം കൊടുത്ത് വാങ്ങിച്ച് 2 ഏക്കർ മറ്റോ ഉണ്ട് പള്ളിക്ക് ഭൂമി. 2 ഏക്കർ ഭൂമി കൈവശം വെച്ച് 2 ഏക്കർ ഭൂമി മറ്റോ പള്ളിക്കുണ്ട്. പള്ളി അവിടെ പള്ളി പണിത് പിന്നെ അനുബന്ധ സാധനങ്ങളൊക്കെ പണിതിട്ട് അവിടെ കഴിയുകയാണ്. ഇതാണ് സംഭവം. അപ്പം ഇതിൽ യഥാർത്ഥത്തിൽ കേസ് കൊടുക്കേണ്ടത് ഫറൂഖ് കോളേജാണ് ഇതിനകത്ത് ക്രൈം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വഖഫിൻ്റെ ഭൂമിയാണെന്ന് വഖഫ് പറയുന്നൊരു കാര്യം. ഇനി അതാണെങ്കിൽ തന്നെ അന്നത്തെ നിയമം അനുസരിച്ചിട്ട് ഇത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് സങ്കല്പിക്കുക. വൺസ് എ വഖഫ് എവർ എ വഖഫ്. അതെ, ഓൾവേസ് എ വഖഫ്. അപ്പോൾ എന്താ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തത് തെറ്റാണല്ലോ. അപ്പോൾ ഇത് വഖഫിൻ്റെ ഭൂമിയായിട്ട് കൊടുക്കുകയും വഖഫ് ഭൂമി കണ്ടീഷണൽ ഹാൻഡിങ് ഓവർ പറ്റില്ല. ഏതെങ്കിലും ഒരു ഉപാധിയുടെ അടിസ്ഥാനത്തിൽ വഖഫിന് ഭൂമി കൊടുക്കാൻ പറ്റില്ല. പൂർണ്ണ സമർപ്പണമാണ്. 100% അബ്സല്യൂട്ട് സബ്മിഷനാണ്. പക്ഷേ ഈ സിദ്ദിഖ് സേട്ട് കൊടുത്തതായി പറയുന്നത്, നിങ്ങളിത് വഖഫിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞെന്നാണ് പറയണത്. അവിടെയൊക്കെ കുഴപ്പമുണ്ട്, സംശയങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് അപ്പോൾ അതാണ് സത്യം എന്നുണ്ടെങ്കിൽ ഈ ലാൻഡ് വഖഫല്ല. ഈ ലാൻഡ് വഖഫാണെങ്കിൽ അത് സത്യമല്ല. അപ്പോൾ വഖഫല്ലാത്ത ഭൂമിയെ വഖഫാക്കി വിറ്റവരും പ്രതികളായിട്ട് കേസ് വരേണ്ടി വരും. ഇത് വഖഫാണെങ്കിൽ. വഖഫ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വഖഫ് അല്ലാത്ത ഭൂമി വഖഫാണെന്ന് ഫാൾസ് ക്ലെയിം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വഖഫിനെതിരെ കേസ് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രശ്നം. പക്ഷേ അതിനകത്തൊരു പ്രശ്നം, ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് ആയത് ഇടതുപക്ഷമായിരുന്നു. കാരണം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഇത് വഖഫ് ബോർഡാണെന്ന് അംഗീകരിക്കുന്നത്, വഖഫിൻ്റെ ഭൂമിയാണെന്ന് അംഗീകരിക്കുന്നത്. അതിനുശേഷം ഇത്രയും കാലം മുനമ്പത്തെക്കുറിച്ച് അഭിപ്രായം പറയാതിരുന്നവർ അവസാന നിമിഷം മുനമ്പ് MLAയും മന്ത്രിമാരും ഇവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കരമടയ്ക്കാൻ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം തീർത്തു, ഇത് വരുത്തി തീർത്തു. എന്നിട്ട് പള്ളിക്കാർ സമരം പിൻവലിച്ചു. ഒരു വിഭാഗം ജനങ്ങൾ സമരം തുടരുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം അവസാനം മുതലെടുപ്പ് നടത്തിയില്ല. അതിനേക്കാളെല്ലാം ഒരു സുനിലതിനകത്തൊരു കാര്യമുള്ളത്, പള്ളിയുടെ ഈ കാര്യത്തിലുള്ള ഇടപെടലും ശരിയായിട്ടുള്ള രീതിയിലായിരുന്നില്ല. അവരും യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ അവർ തയ്യാറില്ല. അതാണ് അതിൻ്റെ കാര്യം. കാരണം അവരെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ചവരെ പ്രതിയാക്കി ഇവരെന്താ കേസ് കൊടുക്കാത്തത്? അവർക്ക് നോട്ടീസ് കിട്ടിയല്ല, കര അടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കര അടക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തായിരുന്നു? ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളതായിരുന്നു. അതാണല്ലോ സമരത്തിൻ്റെ തുടക്കം. ഇവർ സമ്പൂർണ്ണമായിട്ട് ക്രയവിക്രയ അവകാശത്തോടു കൂടി കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന ഭൂമി, അങ്ങനെയാണ് ആ വാക്ക്, കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന ഭൂമിയിൽ ഒരു ദിവസം ഇവർക്കൊരു നോട്ടീസ് കിട്ടുന്നു എന്ന് പറഞ്ഞ് ഇത് നിങ്ങളുടെ ഭൂമിയല്ല വഖഫിൻ്റെ ഭൂമിയാണെന്ന് ഇറങ്ങിക്കൊള്ളണം. അപ്പോൾ ഇവരടുത്ത് ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, ഇവർക്ക് വിറ്റേക്കുന്ന ആളുണ്ടല്ലോ. ഈ വാങ്ങിക്കുന്നവനും വിൽപ്പനക്കാരനും ഇല്ലാത്ത ഒരു ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വിൽപ്പനക്കാരന് ഇത് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. ആ വിൽപ്പനക്കാരന് എതിരെ ഇവരൊന്നും ചെയ്തിട്ടില്ല. അതെന്താ ചെയ്യാത്തതിൻ്റെ കാരണം? അവിടെയാണ് ഇതിൻ്റെ കാരണം. കാരണം ആ വിൽപ്പനക്കാരനും അന്നത്തെ അതിൻ്റെ ഫറൂഖ്, ഇതിൻ്റെ നേതാക്കൾ എല്ലാവരും തന്നെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരായിരുന്നു. അവരെ സംരക്ഷിക്കാൻ വേണ്ടി അന്നത്തെ വഖഫ് ബോർഡും മുസ്ലിം ലീഗായിരുന്നു. അപ്പോൾ വഖഫ് ബോർഡും മുസ്ലിം ലീഗായിരിക്കെ ആ വഖഫ് ബോർഡിൻ്റെ ആൾക്കാർ തന്നെ ഈ ഫറൂഖ് കോളേജിൻ്റെ ട്രസ്റ്റിമാരായിരിക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടത്തിയ ഒരു കള്ളക്കളി കൂടി ഇതിൻ്റെ പിന്നിലില്ലേ എന്ന് ന്യായമായി സംശയിക്കേണ്ടി വരും. അതെന്ത് ചെയ്യും? അതിന് ഇവർ അതിൽ വരുന്ന സമയത്ത് ഇവർ ചെയ്യില്ല. കാരണം എനിക്കിതറിയാം. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യത്തിൽ നടപടി എടുക്കാത്തതെന്ന് ഇവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുടിചായ എന്നാണ് പറഞ്ഞത്. പക്ഷെ വേറെ തമാശയുണ്ട്. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പള്ളിയിലച്ചൻ ഈ സഭാവസ്ത്രമൊക്കെ മാറ്റിവെച്ച് എല്ലാ വീടും കയറി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛനെ ആളുകൾ പിടിച്ചു വെച്ചു. ആ വാർഡിൽ BJP ആണ് ജയിച്ചത്. പക്ഷേ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഇത്ര വലിയ കൊടിയ അനീതി ഇവരോട് കാണിച്ചത്.
അല്ല, അങ്ങനെയല്ല അത്. എല്ലാ സർക്കാരിൻ്റെ കാലത്തും ഉം. അവരോട് അനീതി കാണിച്ചിട്ടുണ്ട്. ഉം. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അത് പൊങ്ങി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷം മാത്രമല്ല, UDFൻ്റെ കാലത്തല്ലേ ലീഗ് ആരുടെ കൂടെയായിരുന്നു? അതെ, ലീഗ് ആരുടെ കൂടെ? പക്ഷേ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് വഖഫ് ബോർഡ് ഇത് വഖഫിൻ്റെ ആണെന്ന് പ്രഖ്യാപിക്കുന്നത്. വഖഫ് ബോർഡ് അത് വഖഫിൻ്റേതാണെന്ന് പ്രഖ്യാപിക്കുന്നത് VS അച്യുതാനന്ദൻ്റെ കാലത്താണ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ട് ഇത് വിറ്റു എന്നുള്ള കാര്യം വരികയും VS അച്യുതാനന്ദൻ വഖഫിൻ്റെ പ്രോപ്പർട്ടി ഒരുപാട് പേര് കൈയടക്കി അമ്പലം പോലെ തന്നെയാണ് കട്ട് മുട്ടിച്ച് നശിപ്പിച്ച് വച്ചേക്കണ സാധനമാണ്. അതും കൂടി പറയണം. കാരണം ഇത് വഖഫ് ബോർഡിൽ ഇരുന്ന എല്ലാ പൂമാന്മാരും ഈ ഭൂമി അല്ലെങ്കിൽ വഖഫിൻ്റെ സ്വത്ത് അനധികൃതമായി ക്രയവിക്രയം ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കാത്ത പൂമാന്മാരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ ഇവർക്കെതിരെ അത് അങ്ങേരുടെ ശ്രദ്ധയിൽ വന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത് എൻക്വയറി നടത്തിയിട്ട് വഖഫിൻ്റെ സ്വത്താണെങ്കിൽ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയത് ഇതായതിൻ്റെ പേരിൽ ഇതിന്മ കയറി അങ്ങോട്ട് ഇവർ ചെയ്തു. വഖഫ് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചെയ്തു. എനിക്ക് തോന്നുന്നത് അന്നത്തെ വഖഫ് ബോർഡ് ഇവർ ഇടതുപക്ഷത്തിൻ്റെ വഖഫ് ബോർഡ് ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ആയിരുന്ന VSൻ്റെ കാലത്ത് ഇടതുപക്ഷ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആയിരുന്ന മറ്റേ ഇങ്ങനായിരുന്ന എറണാകുളത്തുള്ളൊരു വക്കീലായിരുന്ന ആരോ ആയിരുന്നു. അതെന്തും ആയിക്കോട്ടെ, അവരുടെ കാലത്താണിത്. ഉടനെ തന്നെ ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷെ ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് മുൻപുള്ള പ്രശ്നം ഇതാണ്. അപ്പോൾ LDFും UDFും സംഘടിതമായി നിന്നുകൊണ്ട് അവരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരാണെങ്കിൽ ഈ ചതിയന്മാരുടെ കൂടെയാണ് എന്നും ചെയ്യുന്നത്. അല്ല, അവിടുത്തെ ജനങ്ങളല്ല, അവിടുത്തെ സഭ, അവിടുത്തെ വൈദികർ. അല്ല, വൈദികൻ മാത്രമല്ല എന്ന്. ആ വൈദികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സത്യം പറയില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാനാണ് ആദ്യമായിട്ട് അവിടെ പോയി ഇതിൻ്റെ സമരത്തിൽ പ്രസംഗിക്കുന്ന ഒരാൾ. അത് ഞാനിവിടെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സന്ദർഭത്തിലാണിത് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യില്ല എന്നറിയാം, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നും എനിക്കറിയാം. എന്നാലും ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ ഭൂമി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് വരെ നിങ്ങളുടെ സമരത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും. ഇതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് BJP ആ രംഗത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടുകാർ വരുന്നത്. പക്ഷേ ഈ നാട്ടുകാർ വന്ന സമയത്ത് ഇവർക്കെല്ലാവർക്കും എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ എതിർക്കാൻ പാടില്ല, പള്ളിയെ എതിർക്കാൻ പാടില്ല, കോൺഗ്രസിനെ എതിർക്കാൻ പാടില്ല. അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുള്ളത്, അച്ഛൻ ഇത് UDFൻ്റെയും LDFൻ്റെയും കൂടെ മാറി മാറി നിൽക്കുന്ന അച്ഛനാണ്. അല്ല, അതിന് കാരണം ഉണ്ടാക്കി. കാരണം കരടയ്ക്കാനുള്ള അവകാശം കൊടുത്തു. കരടച്ചുകൊണ്ട് മാത്രം ഭൂമി കരടച്ചുകൊണ്ട് മാത്രം ഉടമസ്ഥാവകാശം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മാറി കിട്ടണ്ടേ? അതെ അതെ, ഇത് മാറി കിട്ടണ്ടേ? ആകെ ഉള്ള അവർക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ പുതിയ വഖഫ് ആക്റ്റാണ്. അതെ അതെ. ആ വഖഫ് ആക്ട് അനുസരിച്ചിട്ട് ഇവർ എവിഡൻസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ എവിഡൻസ് കൊടുക്കുന്ന സമയത്ത് ഇവർ കൊണ്ട് ഇത് കാണിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വരും, ഇത് അബ്സല്യൂട്ട് സറണ്ടർ ആണോ കണ്ടീഷണൽ സറണ്ടർ ആണോ? അല്ല, പണം കൊടുത്ത് വാങ്ങിയ അബ്സല്യൂട്ട് സറണ്ടറാണ്. അല്ല, ഈ സിദ്ദിഖ് സേട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് കോളേജിനല്ല, ഈ ആർക്കോ കൊടുത്തിരിക്കുന്നത് അത് അബ്സല്യൂട്ട് സറണ്ടർ ആണോ കണ്ടീഷണൽ സറണ്ടർ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. അതെ അതെ. അബ്സല്യൂട്ട് കണ്ടീഷനിലാണെന്ന് പറഞ്ഞാൽ അത് അൺവക്കഫാണ്. അപ്പോൾ പിന്നെ അവിടെ വെച്ച് പോകും. ഏതായാലും മുനമ്പത്തുകാർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായി ഒന്നുകൂടെ ആലോചിക്കേണ്ടത്, ചതിച്ചതാരാണ്? ചതിച്ചത് രണ്ട് കൂട്ടരും അവരെ ചതിച്ചിട്ടുണ്ട്. അവിടെ LDFും ചതിച്ചിട്ടുണ്ട്, UDFും ചതിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അവർ ചെയ്യേണ്ടത് അവരുടെ MPയോടും MLAമാരോടും ഇക്കാര്യത്തിലുള്ള നയം വ്യക്തമാക്കാൻ ലത്തീൻ സഭ ആവശ്യപ്പെട്ടിട്ടെന്ന്. അവരുടെ പള്ളിയല്ലേ? അതെ അതെ. ലത്തീൻ സഭ ആവശ്യപ്പെട്ടിട്ട് അതെന്താ അവർ ആവശ്യപ്പെടാൻ മടി? ഈ സമരം നടന്ന കാലത്ത് അത്രയും അവരുടെ MP ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, MP പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ലത്തീൻ സഭയുടെ ഇവിടുത്തെ കക്ഷി വരാപ്പുഴ ആർച്ച് ബിഷപ്പ് എന്താ ചെയ്തത്? മുസ്ലിം ലീഗുമായിട്ട് ട്രൂസ് ഉണ്ടാക്കിയല്ലേ? അതെ അതെ. മുസ്ലിം ലീഗ് എന്താ പറഞ്ഞത്? ഞങ്ങൾ വഖഫിൻ്റെ ഭൂമി കൊടുക്കില്ല എന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ വഖഫിൻ്റെ 1 ഇഞ്ച് ഭൂമി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗുമായിട്ട് ട്രൂസ് ഉണ്ടാക്കിയ ആളാണ് ഇവിടുത്തെ ആർച്ച് ബിഷപ്പ്. മുനമ്പത്തുകാരെ കടലെടുത്ത് പോയാലും സഭയ്ക്കൊന്നുമില്ല. സഭയ്ക്ക് ഉണക്കമുന്തിരിയും ഈന്തപ്പഴവും കിട്ടിയാൽ മതി.